ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ലൊരു ഈസി ആൻഡ് ക്വിക്കായിട്ടുള്ള ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള പച്ചരി വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിത് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതേപോലെ കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണമെന്ന് നോക്കാം. ഞാനിവിടെ മിനിമം ആയിട്ട് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ. ഒരു സവാളയും 2 തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. നിങ്ങൾക്ക് മുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അതുപോലെ തക്കാളിയും 1-2 ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ തക്കാളിയും ഉരുളക്കിഴങ്ങും സവാള ഇവിടെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം മുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. എണ്ണ എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കേണ്ട, വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കതിലേക്ക് വഴനയില, അതുപോലെ സ്റ്റാർ അനീസ്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം ആദ്യം ചേർക്കുന്നത് നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. അത് ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പച്ചമണം നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, ഒരുപാട് വഴണ്ട് ഇതാകണമെന്നില്ല. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കാരണം പൊട്ടറ്റോയ്ക്ക് വേവ് അധികം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് വേവും, പകുതി വെന്ത് കിട്ടും പൊട്ടറ്റോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ പൊട്ടറ്റോയും സവാളയൊക്കെ ഒന്ന് പാതി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, തീർത്തും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമായാലും മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്കതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് പോയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 തക്കാളി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതൊരു 4 ഒക്കെ വരെ യൂസ് ചെയ്യാം കേട്ടോ, പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ. ഇവിടെ പുളി കുറച്ചാണ് യൂസ് ചെയ്യുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അത് കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തൈര് ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന് പകരം ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 തക്കാളി എക്സ്ട്രാ ആഡ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ടൊമാറ്റോ റൈസിൻ്റെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ട് ചേർക്കണേ. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം, പച്ചരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. ഈ അരിയും മസാലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. ഒരു 2 മിനിറ്റ് ഇതുപോലെ നമുക്ക് ഈ അരി ഈ മസാലയുടെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം, വെള്ളം ഒഴിക്കുന്നതിന് മുന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് അളവിൽ വെള്ളം ആണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വെള്ളത്തിന് പകരം നമ്മൾ വെള്ളം ചേർത്ത് അടിച്ച തേങ്ങ പിഴിഞ്ഞ പാൽ, അത് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്തിട്ട് ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില, പുതിനയിലയൊക്കെ കുറച്ച് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് വിസിലിട്ടിട്ട് ഒരു 3 മുതൽ 4 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചില കുക്കറിന് പെട്ടെന്ന് വേവ് വരും കേട്ടോ, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഇത് സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് 4 വിസിലെടുക്കും. 4 വിസിൽ കഴിഞ്ഞിട്ട് അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരിയും അതുപോലെ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഡിന്നറിന് യൂസ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ടൈമില്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ വളരെ കുറച്ച് വെജിറ്റബിൾസും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്.
ഇത് നല്ല ചൂടനെ തന്നെ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയും അതുപോലെ തൈരും കൊണ്ട് ഉണ്ടാക്കിയ സലാഡും ഒക്കെ കൂട്ടി ചേർത്തിട്ട് സെർവ് ചെയ്യുക. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.